അപ്പം നമ്മളിന്ന് അഷികാഗ ഫ്ലവർ പാർക്ക് അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ ട്രെയിനിൽ. നോർമൽ ട്രെയിനിലാണ്, ഷിൻകാൻസനിലല്ല. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. 11:30ക്കാണ് ട്രെയിൻ. നമ്മൾ 10:55 പിടിക്കാൻ വേണ്ടി വന്നു, പക്ഷെ അത് കിട്ടിയില്ല. നമുക്ക് ഇനി അഷികാഗയിൽ ചെന്നിട്ട് കാണാം. എന്തോ എന്തോ വെള്ളം മേടിച്ചാ? എങ്ങനെ വെള്ളം എടുത്തെന്ന് പറഞ്ഞു മമ്മിക്ക്. എങ്ങനെ വെള്ളം എടുത്തത്? അവിടെ നിന്നാ എടുത്തത്. ഇനി മതി, എപ്പോഴെപ്പോഴും വെള്ളം മേടിക്കണ്ട. ഇത് കണ്ടോ, ഈ യെല്ലോ ലൈൻ നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല, അവിടെ വേണം നിൽക്കാൻ. ഈ യെല്ലോ ലൈൻ ജപ്പാനിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ റോഡ്സിലും നമ്മുടെ സൈഡ് ബോക്സ് പറയുന്നത് ഫുട്പാത്ത് അതിൽ കാണും. കാരണം ഇത് ബ്ലൈൻഡ് പീപ്പിളിന് ഹെൽപ്പ് പോകാനുള്ള ഇതാണ്. നമ്മൾ അല്ലാണ്ട് ആ യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് നിൽക്കാൻ പാടില്ല. നമ്മളിവിടെ ലൈനായിട്ട് വേണം ഇവിടെ നിൽക്കാൻ. നമ്മുടെ നാട്ടിൽ പോലെ നമുക്ക് തള്ളി കയറാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും നിൽക്കുന്നത്. മോസ്റ്റ്ലി ഇവിടെ യൂസ് ചെയ്യുന്നത് പേഷ്യൻസ് ആയിട്ടുള്ളവരും വയസ്സായിട്ടുള്ളവരും വീൽ ചെയർ, പ്രഗ്നൻ്റ് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അല്ലാതെ ഇത് മറ്റുള്ളവർ എപ്പോഴും പടി തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തീരെ പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ്. ഔട്ട്ഫിറ്റ് ഇതാണ്. ഇവിടെ കണ്ടോ ഓരോരുത്തരും ഓരോ ഇതിൽ നിൽക്കുന്നത്. ട്രെയിനിൽ പോയി ഞാൻ കാണിച്ചതാണ്. ഇതാണ് ജപ്പാനിലെ നോർമൽ സാധാ ട്രെയിൻ. നമ്മൾ ഇതിൽ തന്നെയാണ് പോകുന്നത്. ഉച്ചമ്മയുടെ ഫസ്റ്റ് ട്രെയിൻ. കറക്റ്റായിട്ട് ഒന്നാണ് പോകുന്നത്. ഫോട്ടോ എടുക്കണം. ഇംഗ്ലീഷൊക്കെ സ്പീച്ച് ഒന്നും. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ അത് പണ്ടും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അഷികാഗ പാർക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അതുപോലെ എൻ്റെ യൂട്യൂബ് വീഡിയോ പറ്റി പ്രൊമോട്ട് ചെയ്യാത്തുണ്ടാവില്ല നിങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ എൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കുകയാണ്. അങ്ങോട്ടാണെന്ന് അസ്യൂം ചെയ്ത് നമ്മൾ നടക്കുന്നു. കുറേ പേര് നടക്കുന്നു. നല്ല വെയിലുണ്ട്. കുടയോ തുപ്പിയോ ഒരു കോപ്പ് കൊടുക്കാതെയാണ് വന്നേക്കുന്നത്. തൊപ്പിയെങ്കിലും അറ്റ്ലീസ്റ്റ് മേടിക്കാനുള്ളതായിരുന്നു. പിന്നെ എന്നെ കാണാമോ അല്ലേ? ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണാം. നമ്മൾ 2200 അവർ ടൂർ ഗൈഡൊക്കെ തന്നിട്ടുണ്ട്. ഇത് ജാപ്പനീസ്, ഇത് ഇംഗ്ലീഷ്. രാത്രിയാണ് സൂപ്പർ. നമ്മളെ കുപ്പി മാറ്റട്ടെ. നമ്മൾ എവിടെ എത്തി? അഷികാഗ. അപ്പം നമ്മൾ ഇവിടെ പോയി സ്റ്റാമ്പ് കണ്ടു. നമ്മൾ മിക്ക ജാപ്പനീസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലെ ഒരു സീലിൻ്റെ പരിപാടി ഉണ്ടാവും. ഞാൻ ബുക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. കാരണം ബിക്കോസ് 2:30 മണിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നും കഴിച്ചില്ല. അത് കണ്ടോ, ആ വൈറ്റ് ഫ്ലവേഴ്സ്, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, വിസ്തീരിയ. അപ്പം ലഞ്ച് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും ലഞ്ച് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ അമല് ലഞ്ച് മേടിക്കാൻ പോയിട്ടുണ്ട്. പോകാൻ നമുക്കിപ്പോൾ ഓരോന്നൊക്കെ കാണാം.
ഇതാണ് ജാപ്പനീസ് ഒരു ഡിഷ്, യാക്കിസോബ. യാക്കിസോബ എന്ന് വെച്ചാൽ ബേസിക്കലി നൂഡിൽസ്. അതിൻ്റെ കൂടെ കിട്ടുന്ന പോലൊരു സാധനമാണ് നമ്മളെ ഇത് പിക്കിൾഡ് ജിഞ്ചറാട്ടോ. നമ്മൾ അച്ചാറിൻ്റെ സൈഡ് നമ്മൾ ഐസ്ക്രീം വെച്ചു ഇവിടുത്തെ. അത് വിസ്തേരിയ, ഫുൾ വിസ്തേരിയ. ഇത് വിസ്തേരിയ പ്ലസ് വാനില. ഇതെന്തുവാ? സൺഡേ. കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ഐസ്ക്രീമിന് പൊതുവേ മധുരം കുറവാണ് എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. നല്ല രസമുള്ള നല്ല വെറൈറ്റി നമ്മളെ നാട്ടിലൊന്നും കാണാത്ത പൂക്കളുണ്ട് കേട്ടോ. ഹായ്, ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി റോസ. ഞങ്ങളിത് സ്പ്രിങ് ടൈമിലാണ് കേട്ടോ ഇവിടെ പോയത്. സ്പ്രിങ് ടൈമിലാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. അല്ലാതെ എല്ലാ സീസണിലും എന്തെങ്കിലും ഒരു ഐറ്റംസ് ഇവിടെ കാണും. ചില സമയത്ത് ഈ ഫ്ലവേഴ്സിന് പകരം ഇവിടെ ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും അവരിടുന്നത്. അപ്പോൾ ഇതിപ്പം കറക്റ്റ് നമ്മൾ ചെന്നത് വിസ്തീരിയയുടെ സമയമാണ്. അതായത് വിസ്തീരിയ ഫുൾ ബ്ലൂം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ. അടിപൊളി, സൂപ്പറായിട്ടുള്ള ചുമ മരങ്ങൾക്കിടയിൽ അടിപൊളി. ഇതാണ് വിസ്തീരിയ. ഇത് വിസ്തീരിയയുടെ വൈറ്റ്. വിസ്തീരിയ ഫ്ലവേഴ്സ് കണ്ടിരിക്കുന്നു. ഇതാണ് വിസ്തീരിയയുടെ വയലറ്റ് കളർ കേട്ടോ. വയലറ്റ് അല്ല, പർപ്പിൾ ഷെയ്ഡുള്ളത് വിസ്തീരിയയുടെ ഫ്ലവർ. അപ്പോൾ ഇത് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ട്രീസായിട്ട് അവർ സെപ്പറേറ്റ് ഓരോ ടൈപ്പ് ട്രീസ് ഓരോ വ്യൂ പോയിൻ്റ് ആയിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. അതായത് ലാർജ്, നീളമുള്ളത്, ഡബിൾ ലെയർഡ്, അങ്ങനെയൊക്കെ. അടുത്ത് വീഡിയോയിൽ എത്ര ഭംഗിയാണെന്ന് അറിഞ്ഞൂടാ. റിയലി സൂപ്പർ. ഇതാണ് അഷികാഗ ഫ്ലവർ പാർക്കിലുള്ള ഏറ്റവും ലോങ് ആയിട്ടുള്ള വിസ്തീരിയ ഫ്ലവർ. അതായത് എറൗണ്ട് 1.8 മീറ്റർ സംതിങ് ആണ് ഇതിൻ്റെ നീളം വരുന്നത്. വിസ്തീരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ നാട്ടിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയുടെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് വരും. അതുപോലെ ഇപ്പോൾ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ഡെക്കറേഷനൊക്കെ ആൾക്കാരിടുന്നില്ല, അത് ഈ വിസ്തീരിയ ഫ്ലവറാണ്. ആക്ച്വലി ഇത് നേരിട്ട് കാണാൻ കുറേ കൂടെ ഭംഗിയാട്ടോ. വീഡിയോയിൽ അത്ര ആ ഒരു എഫക്റ്റ് വരുന്നതിന് നേരിട്ട് ഇങ്ങനെ നല്ല പന്തൽ പോലെ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇടും, അപ്പോൾ കുറേ കൂടെ ഭംഗിയാകും. അതുകൊണ്ട് രാത്രിയാണ് ആൾക്കാരിവിടെ കാണാൻ കൂടുതലുണ്ടാവുക വരിക എന്നാണ് പിന്നീടാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഇത് അടുത്ത വ്യൂ പോയിൻ്റ് ആയിട്ടോ. ഇവിടെ മാപ്പ് പ്രകാരം ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. അതായത് ഇവിടെ 2 വിസ്തീരിയ ട്രീസ് ആണുള്ളത്. 2 വിസ്തീരിയ ട്രീസും കൂടെ ഒരു പന്തൽ പോലെ ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് അവർ ആക്ച്വലി എടുത്തതാണ് കേട്ടോ. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനുള്ള കമ്പിയും ഇതൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് എടുത്തതാണ്. രണ്ടും കൂടെ ഏകദേശം 1000 സ്ക്വയർ മീറ്റർ ഏരിയയാണ് കവർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ഒരു വിസ്തീരിയ ട്രീയുടേതാണ്. ഇത് 2 വിസ്തീരിയ ട്രീയുടെ ഏരിയയാണ് കാണുന്നത്. മാത്രമല്ല ഇത് 160 വർഷം പഴക്കമുള്ള വിസ്തീരിയ ട്രീസാണ്.
ഇതാണ് അടുത്ത വ്യൂ പോയിൻ്റ്. ഇത് ഡബിൾ ലെയേർഡ് വിസ്തീരിയാണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ ഒരു ഇതള ഉണ്ടെങ്കിൽ ഇതിൽ 2 ഇതള ചേർന്ന് അങ്ങനെ ഒരു സംഭവമാണ്. കാണുമ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല കളർ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് കാണുമ്പോൾ ഒരു മുന്തിരിക്കൊല തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലും കൂടെ ഇതിനുണ്ടാവും. അടുത്തത് വേറൊരു വെറൈറ്റി വിസ്തീരിയാണ്. ഇതിൻ്റെ കളർ വ്യത്യാസമാണ്. ഇത് ചെറി ബ്ലോസം പിങ്കാണ്. വീഡിയോയിൽ ഇത്തിരി വൈറ്റായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇതൊരു ചെറി ബ്ലോസം കളറാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറി ബ്ലോസം വിസ്തീരിയ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പക്ഷേ ഒരു ലോങ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിജറ്റൺ സീരീസ് കണ്ടതിൻ്റെ ഒരു ഫീല് വരും. മെയിനായിട്ട് അവർ 5 വ്യൂ പോയിൻറ്റ്സ് ആണ് പറയുന്നതെങ്കിലും അത് കൂടാണ്ട് ഏകദേശം 100-300ഓളം വിസ്തീരിയ ട്രീസ് ആ പാർക്കിൻ്റെ അകത്തുണ്ട്. വിസ്തീരിയ മാത്രമല്ല വേറെ പല ഫ്ലവേഴ്സും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വിസ്തീരിയ തന്നെയാണ്. ഈ പാർക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഈ പാർക്കിലല്ല ഈ വിസ്തീരിയ ട്രീസ് ഉണ്ടായത്, വേറെ ഈ സിറ്റിയിൽ തന്നെയായിരുന്നു. പക്ഷേ സിറ്റി റീഡെവലപ്മെൻറ്റ് കാരണം അവർക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റണം. അപ്പോൾ അതുകൊണ്ട് അത് നശിപ്പിക്കാതിരിക്കാൻ അവരവിടെ നിന്ന് അത് റിമൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം 130 വർഷം പഴക്കമുള്ളൊരു ട്രീ ആയിരുന്നു ഇത്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഇത് കൊണ്ടിട്ടാണ് അവരിവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ 1991 അവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് 1996 അവർ സക്സസ്ഫുള്ളി ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഇത് അടുത്തൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇത് ടണൽ ഓഫ് വിസ്തീരിയ എന്നാണ് പറയുന്നത്. ഇത് ഫുൾ വൈറ്റ് വിസ്തീരിയ കൊണ്ട് ചെയ്ത ഒരു സംഭവമാണ്. ഇതിൻ്റെ മരം മരം ഇങ്ങോട്ടല്ലേ ഈ മരം മരത്തിനെ അവർ ഇങ്ങനെയാക്കി. വിസ്തീരിയ ട്രീസ് എന്ന് പറയുന്നെങ്കിലും വിസ്തീരിയ ആക്ച്വലി ഒരു വള്ളിച്ചെടിയുടെ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ഇങ്ങനെ പല ഷേപ്സിൽ അവരിങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, ഇതിനെ വോൾ ഓഫ് വിസ്തീരിയ എന്നാണ് പറയുന്നത്. അതായത് ഒരു വോള് പോലെയാണ് അവരൊരു 3-4 വിസ്തീരിയ ട്രീസ് കണക്ട് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി റോസ് ഗാർഡൻ ആണ് കേട്ടോ. പക്ഷേ റോസ് ഗാർഡൻ്റെ സീസൺ ആയില്ലായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം മൊട്ടിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ റോസ് ഗാർഡൻ നെക്സ്റ്റ് മന്താണ്. ഞങ്ങൾ പോയത് ഏപ്രിലാണെങ്കിൽ മെയ് മാസത്തിലാണ് റോസ് ഗാർഡൻ്റെ സീസൺ വരുന്നത്. ആൻഡ് ഇത് വേറൊരു സെക്ഷനാണ്. 4 സീസൺസ് എന്നും പറഞ്ഞ് അവർ കൊടുത്തേക്കുന്നത്. 4 ടൈപ്പിൽ 4 കളറിലുള്ള ഫ്ലവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സെക്ഷനാണ്. പക്ഷേ ഇത് ഭയങ്കര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും തിരക്ക് ഒന്നും കൂടെ കൂടി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, രാത്രിയാണ് ഇവിടെ കുറച്ചും കൂടെ കാണാൻ ഭംഗിയെന്ന് ഉള്ളതുകൊണ്ട് രാത്രി വൈകുന്നേരം ആയപ്പോഴാണ് കുറേ കൂടെ ആൾക്കാർ വന്നു തുടങ്ങിയത്. ഇതിപ്പോൾ രാത്രിയായപ്പോൾ അവർ ഫുൾ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തു. രാത്രിയായപ്പോൾ കണ്ടില്ല, തിരക്കുണ്ട്, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആൾ ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെ തിരക്കുണ്ടായിരുന്നു.
നേരത്തെ കയറിയ പാലത്തിൽ കയറുള്ള വൻ തിരക്ക്. നമ്മളെ നാട്ടിലെ കനകുന്നില്ല ഓണാഘോഷമൊക്കെ പോലെ ഇരിക്കുന്നില്ല. ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയതല്ലേ ചേച്ചി. നമ്മളെവിടെ പോകുന്നത് ചേച്ചിമ്മ? അഷികാഗ ഫ്ലവർ പാർക്ക്. താങ്കൾക്ക് എന്താണ് അതിനെ പറ്റി അഭിപ്രായം? താങ്കൾക്ക് നീ പോടെ